31-ന് സൗജന്യ യാത്ര. കൊരട്ടി അങ്കമാലി റൂട്ടിലെ ബെസ്റ്റ് വേ ബസ്സിൽ 31-ന് വിദ്യാർത്ഥികളും ഇതര സംസ്ഥാനക്കാരും ഒഴികെയുള്ള എല്ലാ പുരുഷ യാത്രക്കാർക്കും സൗജന്യമായി യാത്ര ചെയ്യാം. പ്രിയദർശിനി പദ്ധതി 45 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ അങ്കമാലി മേഖലയിലെ സ്വകാര്യ ബസ്സുകളുടെ അവസ്ഥ സർക്കാർ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി സ്വകാര്യ ബസ് ഉടമകൾ 31-ന് രാവിലെ 10:30-ന് അങ്കമാലി ടൗണിൽ നടത്തുന്ന ധാരണയുടെ ഭാഗമായാണ് ബെസ്റ്റ് വേ ബസ് സൗജന്യ യാത്ര ഒരുക്കുന്നത്. പ്രിയദർശിനി പദ്ധതി വന്നതുകൊണ്ട് മേഖലയിൽ വിഷമത്തിലായ റൂട്ടുകളിലൊന്നാണ് അങ്കമാലി കൊരട്ടി. 14 ബസ്സുകളാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നത്. സ്വകാര്യ ബസ്സുകളിലും സ്ത്രീകൾക്ക് 0 ടിക്കറ്റ് സമ്പ്രദായം നൽകാനും കിലോമീറ്റർ വാടക നിശ്ചയിച്ച് വരുമാനം സർക്കാരിലേക്ക് അടയ്ക്കാനും ഉൾപ്പെടെയുള്ള പരിഹാര മാർഗങ്ങൾ വിദഗ്ധ സമിതിയെ ബസ് ഉടമകൾ അറിയിച്ചിട്ടുണ്ട്. ധർണ ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഷണൽ വൈസ് പ്രസിഡന്റ് AJ റിജാസ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജില്ലാ ഭാരവാഹികളും വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും. പ്രിയദർശിനി പദ്ധതി വന്നതോടെ അങ്കമാലി മേഖലയിലെ സ്വകാര്യ ബസ്സുകളിൽ ഭൂരിഭാഗവും വലിയ പ്രതിസന്ധി നേരിടുകയാണെന്ന് പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അങ്കമാലി, കാലടി, അത്താണി, കൊരട്ടി മേഖലാ പ്രസിഡന്റ് APGB സെക്രട്ടറി BO ഡേവിസ് എന്നിവർ അറിയിച്ചു. നിലവിൽ KSRTC ഓർഡിനറി സർവീസ് നടത്തിക്കൊണ്ടിരുന്ന എല്ലാ റൂട്ടുകളിലും സ്വകാര്യ ബസ്സുകൾക്ക് 1000 രൂപ മുതൽ 3000 രൂപ വരെയാണ് പ്രതിദിന വരുമാനത്തിൽ കുറവ് വന്നത്. മേഖലയിലെ 2 ബസ്സുകൾ ഇതിനോടകം G-ഫോം നൽകി പൂർണ്ണമായും സർവീസ് നിർത്തി. വിദ്യാർത്ഥികളുടെ 1 രൂപ മിനിമം എന്ന യാത്രാ നിരക്ക് വർഷങ്ങളായി മാറ്റമില്ലാതെ തുടരുന്നതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. സൗജന്യ യാത്രയ്ക്ക് വരുമാനവും പ്രായപരിധിയും കണക്കിലെടുത്ത് സഞ്ചരിക്കാവുന്ന ദൂരം നിജപ്പെടുത്തിയും സർക്കാർ മാറ്റങ്ങൾ വരുത്തി നിബന്ധനകൾ ഏർപ്പെടുത്തി തീരുമാനമെടുക്കണം. രാവിലെയും വൈകിട്ടും തിരക്കേറിയ സമയങ്ങളിൽ സൗജന്യ യാത്രകൾ നിയന്ത്രിക്കണം. പ്രതിദിന യാത്രകളുടെ എണ്ണത്തിൽ നിയന്ത്രണം വേണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ വിവിധ മേഖലകളിൽ നിന്നും ഉയരുന്നുണ്ട്. അതേസമയം സ്ത്രീകൾക്കുള്ള പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ദുരുപയോഗം ചെയ്യുന്ന KSRTC ജീവനക്കാർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പുരുഷ യാത്രക്കാർക്ക് 0 വാല്യൂ ടിക്കറ്റുകൾ നൽകിയ കണ്ടക്ടർമാരുമായി ബന്ധപ്പെട്ട ടിക്കറ്റ് തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്നാണിത്. സ്ത്രീകൾക്ക് മാത്രമുള്ള പ്രിയദർശിനി ടിക്കറ്റുകൾ നൽകി പുരുഷ യാത്രക്കാരിൽ നിന്നും നിരക്ക് ഈടാക്കിയതിന് KSRTC 3 കണ്ടക്ടർമാർക്ക് നോട്ടീസ് നൽകിയതിനെ തുടർന്നാണ് മുന്നറിയിപ്പ്. KSRTC ബസ്സുകളിൽ നടത്തിയ അപ്രതീക്ഷിത പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. കൊല്ലത്തെ പത്തനാപുരം ഡിപ്പോയിലെ ഒരു കണ്ടക്ടർ സാധാരണ 18 രൂപ ടിക്കറ്റിന് പകരം ഒരു പുരുഷ യാത്രക്കാരന് പ്രിയദർശിനി ടിക്കറ്റ് നൽകിയതായി ഇൻസ്പെക്ടർമാർ കണ്ടെത്തിയതിനെ തുടർന്ന് കേസെടുത്തവരിൽ ഉൾപ്പെടുന്നു. ഇയാളുടെ പണസഞ്ചിയിൽ നിന്നും 40 രൂപ അധികമായി കണ്ടെത്തിയത് യാത്രാക്കൂലിയിൽ ദുരുപയോഗം നടന്നിട്ടുണ്ടെന്ന് സംശയം ബലപ്പെടുത്തി. സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി ദുരുപയോഗം ചെയ്യാനുള്ള ഏതൊരു ശ്രമത്തോടും സർക്കാർ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ലെന്നും ജോൺ പറഞ്ഞു.